ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇപ്പം മിഥുനമാസം ആരംഭിച്ചു അല്ലേ? അപ്പൊ അടുത്ത മാസം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ്, രാമായണ മാസമാണ്. അതുപോലെ തന്നെ കർക്കിടക വാവ് ബലിക്ക് അത്രത്തോളം പ്രാധാന്യം ഇന്ന് നാം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെ അദ്ദേഹം പറയുമായിരുന്നു എല്ലാവരും പിതൃപൂജ ചെയ്യണമെന്ന്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത ഒരു നിലവില് ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഏറെ മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പിതൃദോഷം എന്താണ് എന്നുള്ളത് എൻ്റെ പരിമിതമായിട്ട് അറിവില് ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വായിച്ചു മനസ്സിലാക്കിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ സനാതന ധർമ്മം അനുശാസിക്കുന്നത്, നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ എന്താണ്? മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം മാതാപിതാക്കൾക്ക് നമ്മുടെ ഈ ധർമ്മം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരിലൂടെ മാത്രമേ നമുക്ക് എവിടെ എത്താനായിട്ട് സാധിക്കുള്ളൂ? ഗുരുവിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്ത് ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നുമാണ്. കുടുംബത്തിൽ നിന്നാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പൊ അതിൽ നിന്ന് മാത്രമാണ് അങ്ങനെയുള്ള ഒരു ചിട്ടയായിട്ടുള്ള ജീവിത രീതി കൊണ്ടുവരുമ്പോഴാണ് നല്ലൊരു ഗുരുവിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുക. ആ ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ആ ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ മഹാദേവന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് പറയുന്നത് എന്താണ്? അൻപേ ശിവം എന്നാണ്. അപ്പൊ ആ ശിവൻ എന്ന് പറയുന്നത് തന്നെ ആരാണ്? കാരുണ്യമാണ്. അപ്പൊ ആ മഹാദേവനെ നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? നമ്മൾ കുറേ ക്ഷേത്രങ്ങളിൽ പോണത് കൊണ്ടാണോ നമുക്ക് ആ ഒരു ഇത് ഉണ്ടാവുന്നത്? കാരുണ്യം, മറ്റുള്ളവരിൽ ഒരു കാരുണ്യം ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാരുണ്യം നമ്മുടെ പിതൃക്കളോട് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ഈ പിതൃക്കൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മാതൃ പിതൃ വംശ പരമ്പരയിൽ 7 തലമുറയിൽ വരെ മരണപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നാം പിതൃക്കളായിട്ട് കരുതുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം, മാതാപിതാക്കളുള്ളവർക്ക് ഈ പിതൃപൂജ ചെയ്യാവോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ മാതാപിതാക്കൾ മാത്രമല്ല, അവർക്ക് ജന്മം നൽകിയിട്ടുള്ള നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാര്, അവർക്ക് ജന്മം നൽകിയിട്ടുള്ള തലമുറയിൽപ്പെട്ട 7 തലമുറയിൽപ്പെട്ട എല്ലാവരെയും സ്മരിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിലും ഈ കർമ്മം ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അതിന്റെ പ്രസക്തി എന്താണ്, അതിന്റെ അർത്ഥം എന്താണെന്ന് ശരിയായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുമ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, സൂര്യനാണ് ഇവിടെ ആത്മകാരകൻ എന്ന് പറയുന്നതും പിതൃകാരകൻ എന്ന് പറയും ജ്യോതിഷ നോക്കുമ്പോൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കർക്കടകത്തിന് ഇത്രയും പ്രസക്തി വരുന്നത്? അപ്പൊ സൂര്യന്റെ അയനമുണ്ട്. സൂര്യൻ തന്നെയാണ് മഹാദേവൻ, ആത്മാവാണ്, പിതൃകാരകനാണ്. ഈ ഭൂമിയെയും ജീവരാശികളെയും നിലനിർത്തുന്നത് സൂര്യനാണ്. അപ്പൊ സൂര്യന്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്കൊരു സെന്റൻസിൽ ഒതുക്കാനായിട്ട് സാധിക്കൂ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആ സൂര്യന്റെ സഞ്ചാരമാണ് അയനം എന്ന് പറയും, ദക്ഷിണായനം ഉത്തരായനം എന്നുള്ളത്. അപ്പൊ ആ ദക്ഷിണായനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് കർക്കിടകത്തിലാണ്. അതുകൊണ്ടാണ് കർക്കിടക വാവു ബലിക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നതും. അപ്പൊ എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം അമാവാസി ദിവസങ്ങളിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക? എന്തുകൊണ്ടാണ് അമാവാസി എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? സൂര്യ ചന്ദ്രന്മാര് ഒരേ രാശിയില്. സൂര്യൻ എന്ന് പറയുമ്പോൾ പിതൃകാരകൻ, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മാതൃകാരകൻ, ശരീരകാരകൻ, ദേഹകാരകൻ എന്നും കൂടെ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള 2 ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് അമാവാസി ദിവസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പിതൃക്കളെ പൂജ ചെയ്യുന്നതിൽ നമ്മൾ അമാവാസി ദിവസം സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാ മാസവും അമാവാസി വരാറുണ്ട്, നമുക്ക് പിതൃപൂജ ചെയ്യാം. വളരെ നല്ലതാണ്. നമ്മുടെ പിതൃക്കളെ ഓർക്കുന്നത്, അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള 3 അമാവാസികളാണ് ഈ കർക്കിടകത്തിൽ വരുന്നതുണ്ട്. തുലാമിലുണ്ട്, ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള കുംഭമാസത്തിലുണ്ട്. അപ്പൊ ഈ 3 അമാവാസികൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. ആ സമയത്ത് ഈ പിതൃപൂജ ചെയ്യാവുന്നതാണ്. അപ്പൊ വിദേശത്തൊക്കെ ഉള്ളവർക്ക്
വളരെ സൗകര്യമായിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഇതിൽ ഏത് 3 ഏതാണോ അവർക്ക് അതുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ചെയ്യാം. ഇനി ഇത് രണ്ടും സാധിച്ചില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ ഒരു ദിവസം ചെയ്യാം. എല്ലാ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലെ. തീർച്ചയായിട്ടും കുഞ്ഞുമക്കളെ കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു 20-25 വയസ്സായതിനു ശേഷം അവരോട് പിതൃപൂജ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവർ തീർത്തും അത് ഉപേക്ഷിക്കും അല്ലെ. അപ്പൊ അവർ കണ്ട് വളരണം. നമ്മുടെ സംസ്കാരം ഉടലെടുക്കുന്നത്, നമുക്കൊരു ആത്മീയത എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങി അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും നമ്മൾ ആചരിച്ചു കാട്ടണം എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ കുഞ്ഞു മക്കളാവുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ, അവരത് കണ്ട് വളരുകയാണെങ്കിൽ അത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്, അതിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അവരത് നമ്മൾ പറയാതെ തന്നെ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കുടുംബത്തിന്റെ ഐക്യം എന്നുള്ളത് ഇതിലൂടെ നമുക്ക് കൈവരും എന്നുള്ളതാണ്. പിന്നെ ഈ പൂർവികരുടെ ആ ഒരു അനുഗ്രഹം എന്നുള്ളതും നമുക്കിതിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ 2 കാറ്റഗറിയിലും വരാനായിട്ട് പൂജ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, അതായത് എല്ലാ മാസം അമാവാസിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വളരെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഈ 3 അമാവാസികളാണ്. അപ്പൊ ചെയ്യാം. ഇതൊന്നും തന്നെ സാധിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാം? വർഷത്തിൽ ഒരു തവണ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് പിതൃപൂജ ചെയ്യാവുന്നതാണ്. പാലക്കാട് ജില്ലയിലെ എൻ്റെ ഗ്രാമമായ ആനിക്കോട് എന്നുള്ള ഗ്രാമത്ത് വളരെ വിശേഷമായിട്ട് ഒരു അഞ്ചുമൂർത്തി ക്ഷേത്രമുണ്ട്. വളരെ നല്ല രീതിയിൽ പിതൃപൂജ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറൊക്കെ അതിൻ്റെ പുനരുദ്ധാരണത്തിന് പ്രയത്നിച്ച ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ ആ ക്ഷേത്രം ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ധാരാളം പേർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് സാധിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ മനസ്സ് ശരിക്കും നിറഞ്ഞു പോകണു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു 365 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പിതൃക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് അത്രയെങ്കിലും നമ്മൾ മിനിമം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ അമാവാസി എന്താണെന്ന്, അമാവാസി ചന്ദ്രനും സൂര്യനും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ദിവസം. അപ്പൊ അതുകൊണ്ടാണ് ഈ പിതൃപൂജകൾക്ക് ഇത്രയും പ്രസക്തി എന്ന് പറയുന്നത്. ഇനി ജ്യോതിഷ രീതിയിൽ പറയുമ്പോൾ എപ്പോഴാണിത് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഒരു ജാതകത്തിലാണ് ഈ പിതൃദോഷം എന്ന് പറയുന്നത്? ദോഷം എന്ന് പറയുമ്പോൾ ആ ഒരു തൃപ്തി ഇല്ല എന്നുള്ളത്, പിതൃക്കളുടെ ഒരു തൃപ്തി ഇല്ല എന്നുള്ളത് ഈ ഗ്രഹങ്ങൾ കാണിക്കുന്നുള്ളതാണ്. അപ്പൊ അതിന് കൂടുതൽ കോംപ്ലക്സിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഈ ചാനലിന്റെ ഉദ്ദേശം തന്നെ ജ്യോതിഷം എന്നുള്ളത് ഭയപ്പെടാനുള്ള ഒരു ശാസ്ത്രമല്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ജ്യോതിഷം മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് ഈ ഗ്രഹങ്ങളുടെ കോമ്പിനേഷനൊക്കെ പറയുന്നത്. പക്ഷെ ഒരു പിതൃദോഷം എന്നൊരു ഹെഡിങ് കാണുമ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കും. അപ്പൊ അവർക്ക് സംശയം ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അഗാധതയിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൂര്യനും ചന്ദ്രനും ഒരു ജാതകത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകാശഗ്രഹങ്ങളാണ്. അപ്പൊ ഈ ഗ്രഹങ്ങൾക്ക് രാഹു കേതു ബന്ധം വരികയാണെങ്കിൽ പിതൃദോഷം ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ശനി, തമോ ഗ്രഹമായിട്ടുള്ള ശനിയുമായിട്ടുള്ള ബന്ധവും ഈ പിതൃദോഷത്തെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതില് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രി വൈസ് നോക്കണം. അപ്പൊ എന്താണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയമുള്ളത്, ജസ്റ്റ് നോക്കി, ജ്യോതിഷം വലിയ ഐഡിയ ഒന്നും ഇല്ല, ഒന്ന് നോക്കി സൂര്യനും രാഹുവും കൂടെ ഒരു രാശിയിൽ കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക, അപ്പൊ പിതൃദോഷം എന്നുള്ളത് ഭയപ്പെടുക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. അതിന്റെ ഡിഗ്രിയൊക്കെ അടുത്ത് വരണം. വേറെ ശുഭദൃഷ്ടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ മാത്രമാണ് പിതൃദോഷത്തെ അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 5, 9 ഭാവങ്ങൾ, ധർമ്മഭാവങ്ങളാണ്. അപ്പൊ നമ്മൾ പൂർവ്വജന്മത്തിൽ നിന്നും എടുത്തിട്ട് വന്നിട്ടുള്ള ഭാവമാണ്. അപ്പൊ 5 എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 5, 9 ഈ രാഹു കേതുക്കളായിട്ടുള്ള ഛായാഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും ഈ പിതൃദോഷത്തെ കാണിക്കണമെന്നുള്ളതാണ്. DNA അസ്ട്രോളജി പ്രകാരം പറയുകയാണെങ്കിൽ രാഹു കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും രാഹു കർമ്മ നമ്മുടെ ജാതകത്തിൽ ലഗ്നം ചന്ദ്രൻ ലഗ്നാധിപനുമായിട്ട് ബന്ധം വരുമ്പോഴും അതും പിതൃദോഷത്തെ കാണിക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജാതകത്തിൽ പിതൃദോഷം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പിതൃക്കൾക്ക് തൃപ്തി വരുന്ന രീതിയിൽ ആ കർമ്മം ചെയ്യുക എന്ന് മാത്രമാണ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മളിവിടെ 50,000-ന്റെയോ 1,00,000-ന്റെയോ പൂജ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും
ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഈ ഒരു ദോഷം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം അതെല്ലാവരും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ സങ്കല്പം വെച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, കൺസൾട്ടേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ 24 വയസ്സെന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പിതൃപൂജയൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഏത് ജോലിയാണ് ചെയ്യേണ്ടത്, അതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പിതൃക്കളുടെ തൃപ്തി ഉണ്ടാകുമ്പോഴും ഈ കുലദേവത ആരാധനയിലും ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഡിസിഷൻ മേക്കിംഗ് പവർ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ കുട്ടി പറഞ്ഞത്, എനിക്ക് ചെയ്യുന്നതിൽ വിരോധമില്ല, ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, ഈ ശാസ്ത്രമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, പക്ഷെ കുടുംബത്തിൽ അത് അനുവദിക്കുന്നില്ല. അപ്പം എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പിതാവ് എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നത് ഒരു തരത്തിലും സഹായം ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പം അങ്ങനെ അവർ മരണപ്പെടുകയും ചെയ്തു. അപ്പം ആ കുട്ടിക്ക് അച്ഛന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് പറയുന്നു, നീ വളർന്നത് അച്ഛൻ്റെ സപ്പോർട്ട് കൊണ്ടല്ല, അതുകൊണ്ടത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത്, എൻ്റെ മുന്നിലുള്ളൊരു സംശയം ഉണ്ടായിരുന്നത്, ആ പിതാവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നിനക്ക് ഈ ഭൂമിയിലേക്ക് വരാൻ സാധിക്കുമോ, ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ വൈഡ് മൈൻഡും ആ കുടുംബത്തിലുള്ളവരുടെ ആ നാരോ മൈൻഡുമാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ടിട്ടുള്ള ഒരാൾ, അവരെ ഇപ്പോഴും നമ്മൾ വിടാൻ കൂട്ടാക്കുന്നില്ല, നോക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ ഈ ശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ, നല്ല രീതിയിൽ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് അത്തരം ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വരുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ വരരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ആ മോനോട് ചോദിച്ചു, എന്തുകൊണ്ടായിരുന്നു അച്ഛൻ കുട്ടിയെ നോക്കിയിട്ടില്ല എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം എന്താണ്, ആ ജാതകത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ പിതൃഗുണം അനുഭവയോഗ്യമില്ല അല്ലേ? അപ്പോൾ മുജ്ജന്മത്തിൽ എന്തുണ്ടാവും? ആ പിതാവ് ഉണ്ടായിട്ടും അവരെ അനുസരിച്ചിട്ടുണ്ടാവില്ല, അവരെ വേണ്ട പോലെ നോക്കിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു കുട്ടിക്ക് ആ അച്ഛൻ്റെ ഗുണം ലഭിക്കാതെ വന്നിട്ടുള്ളത്. അത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ ഒരു ജ്ഞാനം നമ്മളിൽ എത്തുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ ആരും ബ്ലെയിം ചെയ്യേണ്ട കാര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ പിതാവ് നമ്മളെ നോക്കിയിട്ടുണ്ടോ ഇല്ലയോ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരെന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കുടുംബത്തിൽ ഇപ്പോൾ ഒരു അമ്മാവനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും, അവർ വിവാഹം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കണോ, അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മക്കൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് മാതൃ പിതൃ വംശ പരമ്പരകളിൽ മരണപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പിതൃപൂജ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു വേറൊരു തർക്ക വിഷയം എന്ന് പറയുന്നത്, ഗയ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ പിതൃപൂജ ചെയ്യുമ്പോൾ പിന്നെ ചെയ്യേണ്ടതില്ല. ആ ഒരു വ്യക്തിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പിതാവ് മരിച്ചു, നമ്മൾ ഗയയിൽ പോയിട്ട് ചെയ്തു, വിഷ്ണുപാദത്തിലെത്തി വളരെ ഭംഗിയായിട്ട് അവിടെ എല്ലാ മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരു തെറ്റില്ല, വളരെ ശ്രേഷ്ഠകരവുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടതില്ല എന്നുള്ളതിനോട് മാത്രമാണ് ഒരു വിയോജിപ്പുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രീരാമചന്ദ്രൻ ഗയയിൽ ചെയ്യുന്നുണ്ട്. ഭരതൻ കാട്ടിലേക്ക് വന്നിട്ട് രാമായണം വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, കാട്ടിൽ വന്ന ഉടനെ ഇതുപോലെ പറയണത് നമ്മുടെ അച്ഛൻ പോയി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ കുറച്ചു നേരം വിഷമിച്ചിരുന്ന് എന്താണ് ആദ്യം ചെയ്യുന്നത്? പിതൃകർമ്മമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഗയയിൽ ചെയ്യുന്നുണ്ട് എന്ന് രാമായണം പറയുന്നുണ്ട്, രാമേശ്വരത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ രാമായണം വായിക്കുമ്പോൾ തന്നെ അതിൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണോ രാമൻ ജീവിച്ച് കാണിച്ചത്, അപ്പോൾ എത്രത്തോളം ഈ പിതൃ പൂജയ്ക്ക് എത്രത്തോളം ഭഗവാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് നമുക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അത് മനസ്സിലാക്കുമ്പോൾ ഗയയിൽ ചെയ്തു, ഇനി ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ പിതൃപൂജ വർഷത്തിൽ ഒരു തവണയെങ്കിലും ചെയ്ത് അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുലദേവതയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കൂടെ അടുത്തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.